എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധിക്കായി യത്നിച്ച് ഫലം നേടാൻ ആഗ്രഹിക്കുന്ന ആത്മാവിനോട് വീണ്ടും 3 കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, കുമ്പസാരം പ്രയോജനപ്പെടുത്തുക. ആദ്യ വാക്യം: പൂർണ്ണമായ ആത്മാർത്ഥതയും തുറവിയും നിഷ്കളങ്കതയും ഇല്ലാത്ത ആത്മാവിന് ഏറ്റവും ജ്ഞാനവും വിശുദ്ധിയുമുള്ള ഒരു കുമ്പസാരക്കാരന് പോലും ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കപടതയും നിഗൂഢതയുമുള്ള ആത്മാവ് ആത്മീയ ജീവിതത്തിൽ വളരെ അപകടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്രകാരമുള്ള ആത്മാവിന് കർത്താവായ ഈശോ പോലും ഉന്നതമായ തലത്തിൽ തന്നെ വെളിപ്പെടുത്തുകയില്ല. കാരണം ഇപ്രകാരമുള്ള കൃപ വഴി അത് പ്രയോജനമെടുക്കുകയില്ലെന്ന് അവിടുത്തേക്കറിയാം. രണ്ടാമത്തെ വാക്യം: എളിമയുള്ള ആത്മാവല്ലെങ്കിൽ അതിന് കുമ്പസാരം വഴി കിട്ടേണ്ട പ്രയോജനം ലഭിക്കുകയില്ല. അഹങ്കാരം അതിനെ അന്ധകാരത്തിൽ തന്നെ സൂക്ഷിക്കുന്നു. അതിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കാനോ സമഗ്ര പഠനം നടത്താനോ അത് തയ്യാറല്ല. അത് ഒരു മുഖംമൂടി ധരിക്കുകയും തൻ്റെ സൗഖ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ വാക്യം: അനുസരണം. കർത്താവായ ഈശോ തന്നെ വന്ന് അതിൻ്റെ കുമ്പസാരം കേട്ടാൽ പോലും അനുസരണ ഇല്ലാത്ത ആത്മാവിന് വിജയം വരിക്കാൻ സാധ്യമല്ല. ഏറ്റവും അനുഭവജ്ഞാനമുള്ള കുമ്പസാരക്കാരന് പോലും അപ്രകാരമുള്ള ഒരാത്മാവിനെ സഹായിക്കാൻ സാധ്യമല്ല. അനുസരണമില്ലാത്ത ആത്മാവ് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരും. പൂർണ്ണതയിലേക്ക് വളരാൻ അതിന് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ആത്മീയ ജീവിതത്തിൽ വിജയിക്കാനും അതിന് സാധിക്കുകയില്ല. അനുസരണമുള്ള ആത്മാവിലേക്കാണ് ദൈവം ഉദാരമായി കൃപകൾ ചൊരിയുന്നത്. സഹിക്കുന്ന ഒരാത്മാവിൽ നിന്നൊഴുകുന്ന സ്തുതിഗീതങ്ങൾ എത്ര ആനന്ദപ്രദമാണ്! ഇപ്രകാരമുള്ള ഒരാത്മാവിൽ സ്വർഗം മുഴുവൻ ആനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ദൈവം അതിനെ പരീക്ഷിക്കുമ്പോൾ, ദൈവത്തിനു വേണ്ടിയുള്ള വലിയ ദാഹത്താൽ വിലപിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് അത് വളരെ മനോഹരമാണ്. ദൈവസ്നേഹത്താൽ വ്രണീതയായി ജീവിതമാകുന്ന വനാന്തരത്തിലൂടെ ഒരു കാല് മാത്രം നിലത്തുറപ്പിച്ച് ആത്മാവ് നടക്കുന്നു. ഈ പരീക്ഷണങ്ങളെ ഒരാത്മാവ് അതിജീവിക്കുമ്പോൾ അത് വളരെ വിനീതയാകുന്നു. അതിൻ്റെ നൈർമല്യം വലുതാണ്. പ്രത്യേക സന്ദർഭങ്ങളിൽ എന്തു സ്വീകരിക്കണമെന്നും എന്തുപേക്ഷിക്കണമെന്നും ചിന്തിക്കാതെ തന്നെ വേഗത്തിൽ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൃപയുടെ മൃദുല സ്പർശം പോലും അതിന് മനസ്സിലാകുകയും ദൈവത്തോട് വളരെ വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. അകലെ നിന്ന് തന്നെ ദൈവത്തെ തിരിച്ചറിയുകയും നിരന്തരം അവിടുന്നിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. മറ്റുള്ള ആത്മാക്കളിലും പൊതുവെ തൻ്റെ ചുറ്റുപാടിലും ദൈവത്തെ പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ദൈവത്താൽ തന്നെ ആത്മാവ് പൗത്രീകരിക്കപ്പെടുന്നു. തികച്ചും ആത്മീയമായ ജീവിതത്തിലേക്ക് പൂർണ്ണ ആത്മാവായ ദൈവം ആത്മാവിനെ പ്രവേശിപ്പിക്കുന്നു. ദൈവം തന്നെ ആദ്യം ആത്മാവിനെ ഒരുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതായത്, അവിടുത്തേക്ക് അടുത്ത സമ്പർക്കം പുലർത്താൻ അതിനെ പ്രാപ്തയാക്കുന്നു. ഒരു സ്നേഹസമാധിയുടെ അവസ്ഥയിൽ ആത്മാവ് കർത്താവുമായി ആത്മീയ സമ്പർക്കത്തിലാകുന്നു. ഇന്ദ്രിയങ്ങളിൽ കൂടിയല്ലാതെ ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവം തൻ്റെ പ്രകാശത്താൽ അതിനെ നിറയ്ക്കുന്നു. പ്രകാശിതമായ മനസ്സ് വ്യക്തമായി എല്ലാം കാണുകയും ആത്മീയ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെയെല്ലാം വിവേചിച്ചറിയുകയും ചെയ്യുന്നു. എപ്പോഴെല്ലാമാണ് ദൈവവുമായുള്ള ഐക്യത്തിന് ഉലച്ചിൽ വന്നിട്ടുള്ളതെന്ന് അത് മനസ്സിലാക്കുന്നു. എവിടെയാണ് ഇന്ദ്രിയങ്ങൾ ഇടപെട്ടതെന്നും അരൂപിയും ഇന്ദ്രിയങ്ങളുമായി ഉന്നതവും സവിശേഷവുമായ വിധത്തിൽ എന്നാൽ പൂർണ്ണത പ്രാപിക്കാതെ ബന്ധപ്പെട്ടതെന്നും അത് മനസ്സിലാക്കുന്നു. കൂടുതൽ ഉന്നതമായതും പൂർണ്ണതയുള്ളതുമായ ദൈവൈക്യമുണ്ട്, അതായത് ബുദ്ധിപരമായ ഐക്യം. ഇവിടെ ആത്മാവ് മിഥ്യാബോധത്തിൽ നിന്ന് വിമുക്തയാണ്. അതിൻ്റെ ആത്മീയത കൂടുതൽ നിഷ്കളങ്കവും ആഴമുള്ളതുമാണ്. ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ മിഥ്യാദർശനത്തിൻ്റെ അപകടം കൂടുതലുണ്ട്. ആത്മാവിനും കുമ്പസാരക്കാരനും വളരെ വിവേകം ആവശ്യമാണ്. ചില അവസരങ്ങളിൽ പൂർണ്ണമായും ആത്മീയമായ ഒരവസ്ഥയിലേക്ക് ആത്മാവിനെ ദൈവം പ്രവേശിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് മന്ദത സംഭവിക്കുന്നു. തീർത്തും നിർജീവാവസ്ഥയിലേക്ക് പോകുന്നു.
ആത്മാവ് ദൈവവുമായി ഏറ്റവും ഗാഢബന്ധത്തിലാകുന്നു. ദിവ്യത്വത്തിൽ അത് നിമഗ്നയാകുന്നു. അതിൻ്റെ അറിവ് പൂർണ്ണവും സമ്പൂർണവുമാണ്, ഉത്കൃഷ്ടവുമാണ്. മുമ്പ് സംഭവിച്ചിരുന്നത് പോലെ അപൂർവമായ ഒന്നല്ല, എന്നാൽ തികച്ചും പൂർണ്ണവും യഥാർത്ഥവുമാണ്. ഇതിൽ അത് ആനന്ദിക്കുന്നു. പരീക്ഷണഘട്ടത്തെപ്പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സന്ദർഭങ്ങളിൽ കുമ്പസാരക്കാരന് ഇത്തരം ആത്മാക്കളോട് സഹിഷ്ണുത ഉണ്ടായിരിക്കണം. എന്നാൽ ആത്മാവ് തന്നോട് തന്നെ കൂടുതൽ ക്ഷമ കാട്ടേണ്ടിയിരിക്കുന്നു. എൻ്റെ ഈശോയെ, ഈ സഹനങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ആത്മാവിൽ ഉളവാകുന്ന വികാരങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. ഇപ്രകാരം സഹിക്കുന്ന ആത്മാവിനെ കാണുമ്പോൾ മാലാഖമാരും വിശുദ്ധരും സമാധാനപ്പെടുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എങ്കിലും ആ സമയങ്ങളിൽ അവർക്ക് നമ്മളോട് പ്രത്യേക സ്നേഹമുണ്ട്. ഒരമ്മ തൻ്റെ മുഖം മറയ്ക്കുമ്പോൾ അവളെ തിരിച്ചറിയാൻ സാധിക്കാതെ ഒരു കുഞ്ഞ് ഉറക്കെ കരയുന്നത് പോലെ ഞാൻ പലപ്പോഴും ദൈവത്തിനു വേണ്ടി വിലപിച്ചിട്ടുണ്ട്. ഓ എൻ്റെ ഈശോയെ, ഈ സ്നേഹ പരീക്ഷണങ്ങൾക്കായി അങ്ങേക്ക് മഹത്വവും പുകഴ്ചയും ഉണ്ടാകട്ടെ. അങ്ങയുടെ കരുണ അളവറ്റതും അഗ്രാഹ്യവുമാണ്. നാഥ, എൻ്റെ ആത്മാവിനു വേണ്ടി അങ്ങ് കരുതിയിരുന്നതെല്ലാം അങ്ങേ കരുണയിൽ പൂരിതമായവയായിരുന്നു. ഇപ്രകാരമുള്ള ഒരാളോടൊത്ത് വസിക്കുന്നവർ ബാഹ്യമായ സഹനങ്ങൾ കൂട്ടരുതെന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ആത്മാവിൻ്റെ പാനപാത്രം നിറഞ്ഞിരിക്കുമ്പോൾ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ചെറിയ തുള്ളി അതിന് സഹിക്കാൻ പറ്റുന്നതിലും അധികമാവുകയും കയ്പിൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകാൻ ഇടയാവുകയും ചെയ്യുന്നു. അപ്രകാരം ഒരു ആത്മാവിനു വേണ്ടി ആരുത്തരം പറയും? മറ്റുള്ളവരുടെ സഹനങ്ങൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ നമുക്ക് കരുതലുണ്ടായിരിക്കണം. കാരണം അത് കർത്താവിനെ അപ്രീതിപ്പെടുത്തുന്നു. ഒരാത്മാവ് ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ സഹിക്കുകയാണെന്ന് മറ്റു സഹോദരികൾക്കോ അധികാരികൾക്കോ അറിവോ സംശയം പോലുമോ ഉണ്ടായിരിക്കുകയും അവരുടെ സഹനങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ അവർ മാരക പാപം ചെയ്യുന്നു. ദൈവം തന്നെ ആ ആത്മാവിനു വേണ്ടി വാദിക്കും. സ്വയമേ പാപമായ കാര്യങ്ങളല്ല ഞാൻ ഇവിടെ വിവക്ഷിക്കുന്നത്, പിന്നെയോ മറ്റു സാഹചര്യങ്ങളിൽ പാപമായി പരിഗണിക്കപ്പെടാത്ത കാര്യങ്ങളെ പറ്റിയാണ്. അതിനാൽ നമ്മുടെ മനസാക്ഷിയിൽ ഇപ്രകാരമുള്ള ആത്മാവിൻ്റെ ഭാരത്തെപ്പറ്റി കരുതലുള്ളവരായിരിക്കാം. ഒരാത്മാവ് സഹിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ സഹനം കൂട്ടുക എന്നത് സന്യാസ ജീവിതത്തിലെ ഗൗരവതരമായ ഒരു പൊതുദോഷമാണ്. എല്ലാവരും ഇപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ അപ്രകാരം ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. നമുക്ക് തോന്നുന്ന എല്ലാ തരത്തിലുമുള്ള മുൻവിധികളും നാം നടത്തുകയും നിശബ്ദരായിരിക്കേണ്ട സന്ദർഭങ്ങളിൽ വീണ്ടും നാം അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. നിശബ്ദത പാലിക്കാത്ത ഒരു സന്യാസിനിക്ക് ഒരിക്കലും വിശുദ്ധി പ്രാപിക്കാൻ സാധ്യമല്ല. അതായത് അവൾക്കൊരിക്കലും ഒരു വിശുദ്ധയാകാൻ സാധിക്കുകയില്ല. അവൾ അവളെ തന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. ദൈവാത്മാവാണ് അവളിലൂടെ സംസാരിക്കുന്നതെങ്കിൽ അവൾ നിശബ്ദയായിരിക്കരുത്. എന്നാൽ ദൈവസ്വരം ശ്രവിക്കണമെങ്കിൽ ആത്മാവിൽ നിശബ്ദത പാലിക്കണം. നിശബ്ദത പാലിക്കാൻ വരണ്ടുണങ്ങിയ നിശബ്ദതയല്ല, ആന്തരിക നിശബ്ദത. ദൈവത്തിൽ ധ്യാനാത്മകമായിരിക്കുക. നിശബ്ദത ഭഞ്ചിക്കാതെ തന്നെ ഒരാൾക്ക് ധാരാളം സംസാരിക്കാൻ സാധിക്കും. മറിച്ച് നിരന്തരം നിശബ്ദത ഭഞ്ചിച്ചുകൊണ്ട് ഒരാൾക്ക് വളരെ കുറിച്ച് സംസാരിക്കാനും പറ്റും. അപരിഹാര്യമായ നഷ്ടങ്ങൾ നിശബ്ദത പാലിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നു. അയൽക്കാരന് വളരെയേറെ ഉപദ്രവം നാം വരുത്തുന്നു. മാത്രമല്ല അതിലധികമായി നമുക്ക് തന്നെയും. എൻ്റെ അഭിപ്രായത്തിലും അനുഭവത്തിലും നിശബ്ദതയെ സംബന്ധിച്ചുള്ള നിയമം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു. വായാടിയായ ആത്മാവിന് ദൈവം തന്നെ പ്രദാനം ചെയ്യുകയില്ല. തേനീച്ചക്കൂട്ടിലെ മടിയനീച്ചയെപ്പോലെ അവർ മൂളി നടക്കുന്നു, എന്നാൽ തേൻ ശേഖരിക്കുന്നില്ല. വായാടിയായ ആത്മാവിൻ്റെ ഉള്ളു പൊള്ളയാണ്. അതിനാവശ്യം വേണ്ട പുണ്യങ്ങളുടെ അഭാവമുണ്ട്. ദൈവവുമായുള്ള ഗാഢ സൗഹൃദമില്ല. കർത്താവ് വസിക്കുന്ന ശാന്തമായ സമാധാനവും നിശബ്ദതയുമുള്ള ഒരു ആന്തരിക ജീവിതം വിചാരിക്കുകയേ വേണ്ട. ആന്തരിക നിശബ്ദതയുടെ മാധുര്യം രുചിച്ചിട്ടില്ലാത്ത ആത്മാവ് മറ്റുള്ളവരുടെ നിശബ്ദതയെ ശല്യപ്പെടുത്തുന്ന അസ്വസ്ഥമായ ആത്മാവാണ്. നിശബ്ദത പാലിക്കാതിരുന്നത് മൂലം നരകത്തിൻ്റെ ആഴത്തിൽ നിബന്ധിച്ച വളരെ ആത്മാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ പാപമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ തന്നെയാണ് ഇപ്രകാരം പറഞ്ഞത്:
സന്യസ്തരുടെ ആത്മാക്കളായിരുന്നു അത്. എൻ്റെ ദൈവമേ, അവർ സ്വർഗത്തിലായിരിക്കുക മാത്രമല്ല വിശുദ്ധരാവുകയും ചെയ്യുമായിരുന്നു എന്ന ചിന്ത എത്ര വേദനാജനകമാണ്. ഓ ഈശോയെ, കരുണയായിരിക്കണമേ. എൻ്റെ സംസാരത്തിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ വിറകൊള്ളുന്നു. നാവിൽ ജീവനുണ്ട്, എന്നാൽ മരണവും അതിൽ തന്നെയുണ്ട്. ചില സന്ദർഭങ്ങളിൽ നാം നാവുകൊണ്ട് കൊല്ലുന്നു. നാം തീർത്തും കൊലപാതകിയായിത്തീരുന്നു. അത് ഇനിയും നിസ്സാരമായി കണക്കാക്കാമോ? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മനസാക്ഷിയെ എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എനിക്കൊരാളെ അറിയാം. അവളെപ്പറ്റി ചില കാര്യങ്ങൾ മറ്റൊരാൾ പറയുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ തീർത്തും രോഗിയായി തീർന്നു. വളരെ രക്തം നഷ്ടപ്പെടുകയും വളരെ കരയുകയും ചെയ്തു. അതിൻ്റെ പരിണിത ഫലം വളരെ വേദനാജനകമായിരുന്നു. ഇതെല്ലാം ചെയ്തത് ഒരു വാളല്ല, ഒരു നാവാണ്. ഓ എൻ്റെ നിശബ്ദനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞാൻ നിശബ്ദത എന്ന വിഷയത്തെപ്പറ്റിയാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ദൈവവുമൊത്തുള്ള ഒരാത്മാവിൻ്റെ ജീവിതവും കൃപയോടുള്ള ആത്മാവിൻ്റെ പ്രത്യുത്തരവുമാണ്. ഒരാത്മാവിനെ വിശുദ്ധീകരിച്ച് കർത്താവ് അതുമായി ഗാഢബന്ധത്തിലാകുമ്പോൾ തൻ്റെ സകല ആന്തരികമായ കഴിവുകളും ഉപയോഗിച്ച് അത് ദൈവത്തെ പ്രാപിക്കാൻ ശ്രമിക്കും. എങ്കിലും അതിന് സ്വയമേ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവം തന്നെ എല്ലാം ക്രമീകരിക്കുന്നു. ആത്മാവിതറിയുകയും ജാഗരൂകതയോടെ വർത്തിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ഇപ്പോഴും തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. ഇരുളടഞ്ഞതും തോരാമഴയുടേതുമായ ദിനങ്ങൾ ഇനിയും വരും. അപ്പോഴെല്ലാം ഇതുവരെയുണ്ടായിരുന്ന മനോഭാവത്തേക്കാൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ നോക്കിക്കാണണമെന്ന് അത് മനസ്സിലാക്കുന്നു. വ്യാജമായ സമാധാനത്തിൽ ആശ്രയിക്കാതെ അത് യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. യോദ്ധാക്കളുടെ വംശത്തിൽ നിന്നാണ് താൻ വന്നിരിക്കുന്നതെന്ന് അത് മനസ്സിലാക്കുന്നു. ആത്മാവ് എല്ലാറ്റിനെക്കുറിച്ചും കൂടുതൽ ബോധവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അത് രാജകീയ വംശത്തിൽപ്പെട്ടതാണെന്നും അതിനെ സംബന്ധിച്ചതെല്ലാം ഉന്നതവും പരിശുദ്ധവുമാണെന്നും അതറിയുന്നു.